വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വന്ന ഒരു കിടിലൻ ഫീച്ചർ നിങ്ങൾ കണ്ടിരുന്നോ? ഈ ഒരു ഫീച്ചർ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു വോയിസ് ആണെങ്കിൽ നമുക്കത് പ്ലേ ചെയ്ത് കേൾക്കാതെ തന്നെ നമുക്കത് അതിലുള്ള കണ്ടന്റ് വായിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ചെയ്ത എല്ലാ ആൾക്കാർക്കും വന്നിട്ടുണ്ടാകും. ഇത് എവിടെ ചെന്നിട്ട് ഓണാക്കുക, ഇത് ഓണാക്കി കഴിഞ്ഞാൽ എന്താ യൂസ്ഫുൾ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്നാലും ജസ്റ്റ് നീ കാണിച്ചു തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കണ്ട. എല്ലാ ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ. നമ്മുടെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് മുകളിലെ 3 ഡോട്ട് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഒരു 5ാമതായിട്ട് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സെൻറ്റർ ഭാഗത്തായിട്ട് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ലാംഗ്വേജ് എന്ന് ചോദിക്കും. അപ്പോൾ ഏത് ഭാഷയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിൽ എഴുതി കാണിക്കുന്ന ഏത് ഭാഷ വേണമെന്ന് ചോദിക്കും. ഇവിടെ ചൂസ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് ആയി വന്നുള്ള വാട്സപ്പ് അപ്ഡേറ്റ് ആക്കി കൊടുത്തുള്ളത് ഇംഗ്ലീഷ്, എസ്പാനിയൽ, പിന്നെ പോർച്ചുഗീസൊക്കെയാണ് വന്നുള്ളത്, റഷ്യൻ ലാംഗ്വേജൊക്കെ വന്നുള്ളത്, ബ്രസീൽ ലാംഗ്വേജൊക്കെ. അപ്പോൾ ഇതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയുന്നതുണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സെറ്റപ്പ് നൗ എന്ന് കൊടുക്കുക. ആ ഒരു ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യാൻ 136 MB ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സെറ്റപ്പ് നൗ എന്ന് കൊടുക്കുക. ഇന്ന് ഒരു ലാംഗ്വേജ് ഡൗൺലോഡ് ആവണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോകുക. ഇപ്പോൾ ആ ഒരു ലാംഗ്വേജ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ട് റീഡ് ന്യൂ വോയിസ് മെസ്സേജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ വോയിസ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ക്രൈബ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അപ്പോൾ അതിൽ ആ വോയിസിൽ ആ വ്യക്തി അയച്ചുള്ളത് ഐ ആം ഗോയിങ് ടു എ ബിസിനസ് ക്ലാസ് മീറ്റിംഗ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വോയിസ് കേൾക്കാതെ തന്നെ സിമ്പിളായിട്ട് ആ വോയിസിൽ പറഞ്ഞ കാര്യം നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ക്രൗഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലോ അല്ലെങ്കിൽ പേഴ്സണൽ എന്തെങ്കിലും വോയിസ് കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലേറ്റസ്റ്റായി ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.